പക്ഷേ ഈ ഡീലിനെ കുറിച്ചുള്ള മുറവിളി എന്തെന്ന് വെച്ചാൽ അതൊരു BJP പേടിയാണ്. ഓക്കെ, നാളിതുവരെ ഇല്ലാതിരുന്ന ഒരു BJP പേടി എല്ലാവരിലും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും 10 എണ്ണത്തിലെങ്കിലും BJP ഇത്തവണ NDA, അതായത് 7-8 ഇതിൽ BJP, ബാക്കിയുള്ളിടത്ത് 2020-യുമായിട്ടൊരു 10 സീറ്റെങ്കിലും അവർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷൻ LDF-നും UDF-നും 130 സീറ്റിലേക്കാണ് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ 66 സീറ്റ് ആർക്ക് കിട്ടുന്നോ അവരായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി, പ്രൊവൈഡഡ് BJP പറയുകയാണ് ശരി അവരിരുന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഇനി പാലായും പൂഞ്ഞാറും പ്രവചനാതീതമാണ്. അവസാന നിമിഷം വരെ നിങ്ങൾക്ക് ഉദ്വേഗം നൽകുന്ന ഒരു വോട്ടെണ്ണലായിരിക്കും പാലായിലും പൂഞ്ഞാറും നടക്കുക. കേരളത്തിൽ ഇത്തവണ ഒരു മൂന്നാം മുന്നണി എന്നല്ല ഞാൻ പറയുന്നത്, ഒരു മൂന്നാം ശക്തി വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഇന്ത്യയുടെ പരസ്യം പോലെ പുള്ളിയുള്ള പ്രൈം മിനിസ്റ്ററും പുള്ളിയില്ലാത്ത പ്രൈം മിനിസ്റ്ററും ഇത് കുറെ നാൾ കണ്ട് മടുത്തു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൂടുതൽ ഉദ്വേഗജനകമായിക്കൊണ്ടിരിക്കുകയാണ്. മുന്നണികൾ തമ്മിലുള്ള ആരോപണങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നിയത് ഈ ഡീൽ സംബന്ധിച്ചുള്ള ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് ആയി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ഉം BJP-യും തമ്മിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒരു ധാരണയുണ്ടാക്കിയിരിക്കുകയാണ്. പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ അവർ ഇരു കൂട്ടരും ചേർന്നാണ് നിശ്ചയിക്കുന്നത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ. ഈ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, അതോ ഇത് ഏതെങ്കിലും വിധത്തിൽ ഉയർന്ന പരാജയ ഭീതി മൂലം ഉയർന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതാണോ, ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നതാണോ? ഒപ്പം തന്നെ ഒട്ടേറെ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി നമുക്ക് തോന്നുന്നുണ്ട്. അതൊക്കെയാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്താണ് അങ്ങേക്ക് ഈ ഡീലുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പറയാനുള്ളത്? ഇത്തരത്തിൽ രണ്ട് ധ്രുവങ്ങളിൽ, രണ്ട് ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിലൊരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു തോന്നുന്നുണ്ടോ? നേതാക്കൾ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കി വെച്ചിട്ടാണോ പോകുന്നത്, അതോ യഥാർത്ഥത്തിൽ അങ്ങനെ ഡീൽ ഉണ്ടോ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ഇന്നത്തെ രാഷ്ട്രീയമാണ്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞോട്ടെ, ഈ ആശയങ്ങൾ ഇപ്പം മാറിയിരിക്കുകയാണ്. ആമാശയങ്ങൾ മാത്രമേ ഉള്ളൂ. ആമാശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിട്ടുവീഴ്ചകളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ട്. തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് ജയിക്കുന്നില്ലെങ്കിൽ അപ്പുറത്തേക്ക് ചാടുക, അവിടുന്ന് സീറ്റ് വാങ്ങിക്കുക, അവിടെയും ഇല്ലെങ്കിൽ തിരിച്ച് വീണ്ടും വരിക. സ്ഥാനാർത്ഥികളുടെ കാര്യം, അങ്ങനെ ഡീലുകൾ, നേതാക്കളുടെ കാര്യം. അപ്പൊ ആമാശയം അടിസ്ഥാനമാക്കിയാണ്, അടിസ്ഥാനമാക്കിയല്ല രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയം മടുക്കാനായിട്ട് പലർക്കും ഉള്ള ഒരു കാരണം. അതായത് അപ്പുറത്ത് ഉടക്കി നിൽക്കുന്നവരെ ഇങ്ങോട്ട് വിളിക്കുന്നവരെ അങ്ങോട്ട് പോകുന്നു, അവിടെ കിട്ടിയില്ലെങ്കിൽ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. ഈ രീതിയിലുള്ള കളികൾ നമ്മൾ ഈ ഒരു 2-3 മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ യാതൊരു നിബന്ധനയുമില്ല. അപ്പൊ ഇടതുപക്ഷത്ത് നിന്ന് ജയിച്ച ദേവികുളം രാജേന്ദ്രൻ പിന്നെ BJP-യിലേക്ക് പോകുന്നു, അല്ലെ? CC മുകുന്ദൻ കോൺഗ്രസിൽ പോകുന്നു, കോൺഗ്രസിൽ കാത്തുകെട്ടി പായം വിരിച്ച് ഹൈക്കമാൻഡിൻ്റെ അടുത്ത് കിടക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ നാട്ടികയിൽ വന്ന് BJP-യുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു. വൈക്കത്ത് അജിത്ത് ഇതുപോലെ തന്നെ CPI-യുടെ MLA ആയിരുന്ന ആള് മത്സരിക്കുന്നു. ഇങ്ങനെ ജനപ്രതിനിധികൾ പലരും. ഇത് മാത്രമല്ല, ഇപ്പോൾ വർക്കലയിൽ സ്മിത മത്സരിക്കുന്നത്, അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു CPM-ന്റെ. BJP-യിലേക്ക് കുറേയേറെ നേതാക്കൾ ഒഴുകുന്നുണ്ട്. ഇങ്ങനെ ഒഴുകി നോക്കിയാൽ മീനാങ്കൽ കുമാർ വരെ ഇപ്പൊ നെടുമങ്ങാട് മത്സരിക്കുന്നത്, അതൊക്കെ CPI-യുടെ ഭാരവാഹിയായിരുന്ന AITUC-യുടെ വലിയ നേതാവായിരുന്ന ആൾ വരെ ഇപ്പുറത്തേക്ക് ചാടിയില്ലേ. ഈ വിധത്തിൽ ഇങ്ങനെ മാറി മാറി പോകുന്ന സിദ്ധാന്തം വളരെയധികം ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഡീൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡീലിനൊന്നും വലുതായിട്ട് ആരും നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും അവരവരുടെ വോട്ട് പിടിച്ചു നിർത്തുക എന്നുള്ള പ്രക്രിയയിലാണ് നിൽക്കുന്നത്. ആരെങ്കിലും വോട്ട് അങ്ങോട്ട് കൊടുത്താൽ നമ്മുടെ കഥ കഴിയും. അപ്പൊ ഡീലിന് വലിയ സ്കോപ്പ് ഒന്നും ഇല്ല എന്നാണ് അങ്ങ് കരുതുന്നത്. അങ്ങനെ ഒരു ഒഫീഷ്യൽ ഡീലിനുള്ള സ്കോപ്പില്ല. പിന്നെ ഇനി അവസാന നിമിഷം ചില സ്ഥലങ്ങളിൽ, ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ തമ്മിലൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റുകളോ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ തമ്മിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല. അതല്ലാതെ ഒരു വലിയ ഡീലില്ല. പക്ഷെ ഈ ഡീലിനെ കുറിച്ചുള്ള മുറവിളി എന്തെന്ന് വെച്ചാൽ അതൊരു BJP പേടിയാണ്. നാളിതുവരെ ഇല്ലാതിരുന്ന ഒരു BJP പേടി എല്ലാവരിലും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും, BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ, അല്ലെങ്കിൽ NDA ഇതര രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം അത്രയും നിർണായകമായ ഒരു ഗ്രോത്തിലേക്ക് അവർ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം 140 മണ്ഡലങ്ങളിൽ 130 മണ്ഡലങ്ങളിലും 10,000-ൽ
10,000-ഓളം അല്ലെങ്കിൽ 10,000-ത്തിലധികമോ BJP വോട്ടുകൾ ഷുവറായിട്ട്, അതായത് BJP നിർത്തുന്നത് ഒരു കുറ്റിച്ചൂലാണെങ്കിൽ പോലും അതിനും 10,000 വോട്ട് കിട്ടുന്ന 130 മണ്ഡലങ്ങളുണ്ട്. അത്രയും അവർ വളർന്നു കഴിഞ്ഞു. പക്ഷെ ഇവിടുത്തെ ഭൂരിപക്ഷം പലയിടത്തും 1000, 2000, 3000 ഒക്കെയാണ് വരുന്നത്. അങ്ങനെ എനിക്കിപ്പോൾ ഒരു 26 മണ്ഡലം ഞാനിപ്പോൾ എടുത്ത് പറയാം. വെറും 1000-നും 1000-നും ഇടയ്ക്ക് ഭൂരിപക്ഷമുള്ള അത്രയും മണ്ഡലങ്ങളുണ്ട്. 33-34 വോട്ടിനൊക്കെ ജയിച്ച മണ്ഡലങ്ങളുണ്ട്. അതെ അതെ. അപ്പൊ ഇത് നോക്കുമ്പോൾ 10,000 വോട്ടെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ശരിയാണ്. ഇത് 10,000 വോട്ടിൽ നിൽക്കുന്നില്ല. ഒരു 80ഓളം മണ്ഡലങ്ങളിൽ 25,000 ഒക്കെയാണ് BJPയുടെ ഭൂരിപക്ഷം. 130 മണ്ഡലങ്ങൾ എടുത്താൽ അവിടെ 10,000 വോട്ടെങ്കിലും ഇല്ലാത്ത മണ്ഡലം മിനിമം 10,000. മിനിമം പിന്നെ CPM-ന്റെ കോട്ട അല്ലെങ്കിൽ നമ്മള് മുസ്ലിം ലീഗിന്റെ കോട്ട എന്ന് പറയുന്നിടത്ത് പോലും 10,000 വോട്ടുണ്ട്. ഇപ്പൊ ഈ ഡീലൊക്കെ നടത്തുകയാണെങ്കിലുണ്ടല്ലോ, ഇവിടെ പിന്നെ വേറൊരു പാർട്ടി നിൽക്കില്ല. ഞങ്ങൾ വിചാരിക്കുന്ന ആളിന് ജയിക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും നിൽക്കില്ല. പക്ഷെ അത് അങ്ങനെ വരാത്തതിന്റെ കാരണവും അവർക്ക് CPM-നൊന്നും അത്ര വിശ്വാസമില്ല. CPM-നോട് BJPക്ക് ഇപ്പൊ അത്ര പ്രീണനവും ഇല്ല. കാരണം ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്ന കൊള്ള, അതിലുമുണ്ടാക്കിയ ഹിന്ദു സമൂഹത്തിനുണ്ടാക്കിയ വെറുപ്പ്, അതൊക്കെയാണ് CPM-നോട് കുറച്ച് അകൽച്ച അവർക്ക് വന്നിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും അടിത്തട്ടിൽ ഈ കോൺഗ്രസിന് ക്കാൾ ഭേദം CPM അല്ലേ എന്ന് ചോദിക്കുന്ന BJP-ക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രവർത്തകരാണോ? പ്രവർത്തകർ. അതുപോലെ തന്നെ കോൺഗ്രസിനേക്കാൾ ഭേദം ഇപ്പൊ BJP ആണെന്ന് പറയുന്ന CPM-കാരും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ കൂട്ടി വായിച്ച് അന്തർധാര ഉണ്ടോ എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ ഒരു അന്തർധാരയായിട്ട് ശരിയായ ഒരു രീതിയിൽ ഔദ്യോഗിക തലത്തിലും ഇല്ല, പാർട്ടി തലത്തിലും ഇല്ല എന്നുള്ളതാണ്. അതായത് കുറേയേറെ പ്രവർത്തകർ, ഏതെങ്കിലും ഒരു മുന്നണിയുടെ പ്രവർത്തകരായി നിന്നിട്ടുള്ളവർ ഇപ്പോൾ തങ്ങൾ വിശ്വസിച്ചു വന്ന ആ പ്രസ്ഥാനത്തോട് അകന്നു നിൽക്കുന്നു, അവർക്കൊരു വെറുപ്പുണ്ടായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ BJPക്ക് വോട്ട് കൊടുത്താൽ അത്ഭുതപ്പെടാനില്ല. അതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഞങ്ങൾക്ക് ആരുമായിട്ട് ഡീലില്ല, ജനങ്ങൾ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ജനങ്ങളുമായിട്ടാണ് ഞങ്ങൾക്ക് ഡീല്. അപ്പൊ ജനങ്ങൾ ഇപ്പോൾ വിചാരിക്കാൻ, ഇപ്പൊ അതൊരു സത്യമാണ്. കാരണം എന്താ പറയുമ്പോൾ കേരളത്തിൽ ഇത്രയും നാളും ഇല്ലാത്ത വിധത്തിൽ ഒരു മൂന്നാം ശക്തി വേണം, മൂന്നാം മുന്നണിയെ പോലും അല്ല, മൂന്നാം ശക്തി വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുള്ളതാണ് ഒരു വലിയ വിഭാഗം. ന്യൂനപക്ഷങ്ങൾ ഒരു വിഭാഗം ഒഴിച്ച് ബാക്കി മുഴുവൻ പേരും കേരളത്തിൽ ഇടത് വലത് രാഷ്ട്രീയം പോരാ. അതായത് അവരെല്ലാം പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇവർ ഓരോരുത്തരായി മാറി മാറി ഭരിക്കുന്നു, അവർ തമ്മിൽ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് സംശയം ജനങ്ങൾക്കുണ്ട്. രണ്ടുപേരും ജനങ്ങളെ പറ്റിക്കുന്നു, രണ്ടുപേരുടെ ഭാഗത്തും അഴിമതിക്ക് യാതൊരു കുറവുമില്ല. പണ്ടാണെങ്കിൽ CPM-ന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അവരുടെ അഴിമതി കണക്കുകൾ പുറത്തു വരുമ്പോൾ തലപെരുത്തു പോകുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് TK ഗോവിന്ദൻ പിന്നെ ഒരു 2 മണിക്കൂർ മുമ്പ് പറഞ്ഞത് എന്താ അറിയാമോ? എനിക്കെതിരെ ഭയങ്കരമായ ശക്തിയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയോ അല്ലെങ്കിൽ മറ്റ് UDF നേതാക്കൾക്കെതിരെയോ ഇല്ലാത്ത രീതിയിൽ മത്സരത്തിന് ഇവിടെ LDF നിൽക്കുകയാണ്, മാർക്സിസ്റ്റ് പാർട്ടി നിൽക്കുകയാണ്. അതിന്റെ കാരണം ഞാൻ ജയിച്ചാൽ അവർക്കുണ്ടാകുന്ന, ഞാൻ ജയിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഈ ഉയർത്തിയ പ്രശ്നമോ അവർക്ക് വലിയ തലവേദനയായിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് നാടകങ്ങൾ ഉണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ട്, ഒരുപാട് അവിഹിതങ്ങൾ മറച്ചു വെക്കാനുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അപ്പം അതുപോലെ പല പ്രശ്നങ്ങൾ CPM-നകത്തുമുണ്ട്. അപ്പം CPM-ഉം അങ്കലാപ്പിലാണ്. കോൺഗ്രസ്സിന് ആദ്യം പറഞ്ഞ ആ ഒരു മേൽക്കോയ്മയൊന്നും ഇപ്പം 100 പറയുന്നെങ്കിലും അത് ഒരു 80 75 കിട്ടിയാൽ പോലും ഭാഗ്യം എന്നുള്ളതാണ്. പക്ഷേ വരാൻ പോകുന്നത് അതല്ല. 66 സീറ്റ് കിട്ടുന്ന ആരാണോ അവരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. BJP മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ ശരി കയറിയിരുന്നോ എന്ന് പറയുകയോ ചെയ്താൽ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? 140 മണ്ഡലങ്ങളിൽ 10 എണ്ണത്തിലെങ്കിലും BJP ഇത്തവണ NDA, അതായത് 7-8 ഇതിൽ BJP, ബാക്കിയുള്ളിടത്ത് 2020-യുമായിട്ടൊരു 10 സീറ്റെങ്കിലും അവർക്ക് കിട്ടിയിരിക്കും. ആ 10 സീറ്റെന്ന് മൈനസ് വന്നാൽ 130 സീറ്റ്. അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷൻ LDF-നും UDF-നും 130 സീറ്റിലേക്കാണ് എന്നുള്ളതാണ്. അതിൽ 66 സീറ്റ് ആർക്ക് കിട്ടുന്നോ അവരായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി, പ്രൊവൈഡഡ് BJP പറയുകയാണ് ശരി അവരിരുന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ BJP നിശ്ചയിക്കുന്ന ആളായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എനിക്ക് എൻ്റെ കയ്യിൽ 35 സീറ്റ് ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞുതരാം. അതിൽ 1000-ന് താഴെ വോട്ടുള്ള, 2000-ന് താഴെ വോട്ടുള്ള, 3000-ന് താഴെ വോട്ടുള്ള ഒരു 26 സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം.
അതായത് 1000-നും 2000-നും ഇടയിൽ ഭൂരിപക്ഷമുള്ള ഇത്രയും മണ്ഡലങ്ങളുണ്ട്. അത് വിവിധ പാർട്ടികൾക്കാണ് കേട്ടോ. അതായത് വിജയിക്കുന്നയാൾക്ക് ഈ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. ഓക്കെ. ആ ഭൂരിപക്ഷമുള്ള 1000-ന് താഴെയുള്ള 10 സ്ഥലങ്ങൾ ഞാൻ ആദ്യം പറയാം. ഓക്കെ. അത് ഇത് ഏത് കണക്കനുസരിച്ചാണ്? ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഞാൻ തദ്ദേശ സ്വയംഭരണത്തിന്റെ കണക്കനുസരിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവരും എന്നോട് പറയും ഇതെന്ത് പൊട്ടക്കണക്കാ പറയുന്നത്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും തമ്മിലൊന്നും യാതൊരു ബന്ധവും ഇല്ല. ഇങ്ങനെ ഇത് എന്താ പറയുന്നത് പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ 2021 പോയിരിക്കുകയാണ്. 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് 99 സീറ്റും UDF-ന് 41 സീറ്റും BJP-ക്ക് 0 കിട്ടിയ കണക്കാണ് ഞാൻ പറയാൻ. ആ കണക്ക് പ്രകാരം പോലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവിടെ BJP-ക്ക് ഉണ്ടായിരിക്കുന്ന ഗ്രോത്ത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് BJP 10 സീറ്റ് വരെ പിടിക്കാൻ ഒരു വിഷമവും ഇല്ലാതെ സാധിക്കും എന്നുള്ളത്. അതിൽ ഞാൻ ആദ്യം പറയാൻ പോണത് 1000-ന് താഴെ വോട്ട് നേടിയ പെരിന്തൽമണ്ണ ലീഗ് നജീബ് കാന്തപുരമാണ് അവിടെ നിന്ന് ജയിച്ചത് 38 വോട്ടിന്. വെറും 38 വോട്ടിനാണ് പെരിന്തൽമണ്ണയിലൊക്കെ ഒരു 20,000 വോട്ട് വരെ BJP-ക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നിശ്ചയിക്കുക ആരെ ജയിപ്പിക്കണം തോൽപ്പിക്കണം എന്നുള്ളത് ഡീലുണ്ടെങ്കിൽ. അതൊന്നും അല്ല ഞാൻ പറയുന്നത് പ്രശ്നം. കുറ്റ്യാടിയിൽ CPM 333 വോട്ടിനാണ് ജയിച്ചത്. മഞ്ചേശ്വരത്ത് ലീഗ് ജയിച്ചത് സുരേന്ദ്രനെ തോപ്പിച്ച് ജയിച്ചത് 745 വോട്ടിനാണ്. തൃശ്ശൂർ CPI-യുടെ P. ബാലേന്ദ്രൻ ജയിച്ചത് 946 വോട്ടിന്, 1000-ന് താഴെയാണ്. അബ്ദുൾ റഹ്മാൻ താനൂരിൽ നിന്ന് ജയിച്ചത് 985 വോട്ടിനാണ്. തൃപ്പൂണിത്തറ K. ബാബു ജയിച്ചത് 992 വോട്ടിനാണ്. ചാലക്കുടി കോൺഗ്രസിൻ്റെ സനീഷ് കുമാർ ജോസഫ് ജയിച്ചത് 1052 വോട്ടിനാണ്. റാന്നിയിൽ കേരള കോൺഗ്രസ് മാണി പ്രദീപ് നാരായണൻ ജയിച്ചത് 1285 വോട്ടിനാണ്. കണ്ണൂർ രാമേന്ദ്രൻ കടന്നപ്പള്ളി 1785 വോട്ടിനാണ്. പീരുമേട് അന്തരിച്ച വാഴൂർ സോമൻ ജയിച്ചത് CPI-യുടെ 1835 വോട്ടിനാണ്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ആ ഒരു 10 മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 3 എണ്ണം BJP-ക്ക് ഇപ്പോൾ കിട്ടാവുന്നതാണ്. അതായത് മഞ്ചേശ്വരം, തൃശ്ശൂർ, അവിടെയൊക്കെ 1000-ൽ താഴെയുള്ള ഡിഫറൻസ് മനസ്സിലല്ലേ. NDA-ക്ക് തൃപ്പൂണിത്തറ NDA കിട്ടാവുന്ന ഒരു സ്ഥലമാണ്. 2020 മത്സരിക്കുന്നത്. നേരെ മത്സരിച്ചാൽ അവർക്ക് കിട്ടാവുന്നുള്ളൂ. അപ്പം ഈ 10 എണ്ണം പറഞ്ഞാൽ 3 എണ്ണം തന്നെ BJP-ക്ക് കിട്ടാവുന്നതാണ് എന്നുള്ളതാണ്. ഇതിൽ 6 എണ്ണത്തിൽ കഷ്ടിച്ച് 1000-ന്റെ അടുപ്പിച്ച് വോട്ടിൽ ജയിച്ചിരിക്കുന്നത് CPM-ആണ്. ഇത് കോൺഗ്രസിനും ഗുണമാണ്. ഈ 6 എണ്ണിൽ ഫോക്കസ് ചെയ്താൽ അവർക്കും ചിലപ്പം ചില സീറ്റുകൾ CPM-ൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ 1000-ൽ താഴെയുള്ളതിൽ 4 സീറ്റ് മാത്രമേ ഉള്ളൂ UDF-ന് പോയിട്ടുള്ളത്. UDF-ൻ്റേത് ഈ പെരിന്തൽമണ്ണ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ തൃപ്പൂണിത്തറ പോലെ ചാലക്കുടി പോലെ ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് വന്നതുകൊണ്ട് ഈ ഒരു കണക്കിൽ എന്തായാലും അന്തരം ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 6 സീറ്റ് ഇപ്പൊ ഈ 10 എണ്ണം ഞാൻ പറഞ്ഞതിൽ 6 സീറ്റ് ഇപ്പോൾ ആരുടെ കയ്യിലായിരിക്കുന്നത്? CPM-ന്റെ കയ്യിലാണ്. ഈ 6 സീറ്റിൽ CPM ചിലപ്പോൾ തോൽക്കാൻ സാധ്യതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കോൺഗ്രസിലേക്ക് പോകാം. അതിൽ 2-3 സീറ്റ് BJP-ക്ക് കിട്ടാം. 3 സീറ്റ് കോൺഗ്രസിന് പോകാം, 3 സീറ്റ് BJP-ക്കും പിടിക്കാം, അല്ലെങ്കിൽ NDA-ക്ക് പിടിക്കാം. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് അടുത്ത 10 എണ്ണം 2000-നും 3000-നും ഇടയ്ക്ക് വരുന്നതാണ്. കൊല്ലം മുകേഷ് ജയിച്ച 2072 വോട്ടിനാണ്. തവനൂർ KT ജലീൽ ജയിച്ച 2256 വോട്ടിനാണ്. നിലമ്പൂർ അന്ന് അൻവർ ജയിച്ചത് 2700 വോട്ടിനാണ്. അതൊക്കെ ഇത്തവണ UDF കൊണ്ടുപോകും, സംശയമൊന്നുമില്ല. കുന്നത്തുനാട് ശ്രീനിജൻ ജയിച്ചത് 2715 വോട്ടിനാണ്. അവിടെയൊക്കെ 2020-ക്ക് ഇപ്പോൾ പിടിക്കാവുന്നുള്ളതേ ഉള്ളൂ. പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പള്ളി ജയിച്ചത് 2899 വോട്ടാണ്. പെരുമ്പാവൂരും ഈ UDF 2020-ക്കൊക്കെ നല്ല പേരുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ. പക്ഷേ പെരുമ്പാവൂരിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ തന്നെ അത് UDF-ന് തന്നെ പോകുന്നതാണ് ഞാനും കരുതുന്നത്. കാരണം അവിടെ 2020-ക്ക് കരുത്തായിരുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ്, മുസ്ലിം വോട്ടുകളാണ്. അവരൊക്കെ ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് 2020-ൽ നിന്ന്. കാരണം ഇപ്പോൾ NDA-യുടെ ഭാഗമായതുകൊണ്ട് അവർ മാറി നിൽക്കുകയാണ്. കുറേ പേർ രാജിവെച്ചൊക്കെ ഒഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് 2020-യുടെ ആ ഒരു സാന്നിധ്യം കൊണ്ട് എന്ത് ഗുണമാണ് NDA-ക്ക് ഉണ്ടാകുന്നത്? അവിടെ 2 സീറ്റ് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. 2 സീറ്റ് കിട്ടിയാൽ പോലും അവർ 9 സീറ്റ് മത്സരിക്കുന്നില്ലേ. കുന്നത്തുനാട് അവർക്ക് ഈസി ആയിട്ട് പിടിക്കാവുന്നുള്ളതേ ഉള്ളൂ. വേറെ ഒരു സീറ്റും കൂടെ അവർക്ക് ഷുവറായിട്ടും ഈ എണ്ണത്തിൽ കിട്ടാവുന്ന 2 സീറ്റ് അവർക്ക് കിട്ടിയാൽ പോലും ഒരു 7 സീറ്റ് BJP കൂടെ പിടിച്ചാൽ 9ആയി. അല്ലാതെ 1-2 സീറ്റുകൾ കൂടെ അവർക്ക് സ്കോപ്പ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ത്രികോണ മത്സരം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. ഞാൻ ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഇലക്ഷനിൽ പറഞ്ഞു BJP 35 സീറ്റുണ്ട്, അതിൽ 10 എണ്ണം തോക്കും, അപ്പോൾ 25 ആവും.
പക്ഷേ 22 സീറ്റിൽ അവർ ജയിക്കും. അപ്പോൾ അത് 47 ആകും. 47 സീറ്റ് ജയിക്കുമ്പം 10 സീറ്റിൽ കട്ട ഫൈറ്റ് നടക്കുകയാണ്. അതിൽ 5 എണ്ണമെങ്കിലും ഇവർക്ക് കിട്ടിയാൽ 52 സീറ്റ് മിനിമം ഭൂരിപക്ഷം ഞാൻ അവർ നേടുമെന്ന് പറഞ്ഞു. പക്ഷെ അവർ 50 സീറ്റ് പിടിച്ചു. 2 സ്ഥലം പോയത്, ഒന്ന് പേട്ട, ഒന്ന് പട്ടം, ഒന്ന് പിന്നെ മൂന്നാമതൊരെണ്ണം പിന്നെ ഒരു സീറ്റും കൂടെ ഫോർവേഡ് ബ്ലോക്കാണ് അവിടെ മത്സരിച്ചത്. ആ ഒരു സീറ്റും കൂടെ ആണ് പോയത്. ചെല്ലമംഗലത്ത് BJP ജയിക്കേണ്ട സ്ഥലമായിരുന്നു. അത് ചെറിയ വ്യത്യാസത്തിന് BJPക്ക് അകത്തെ ഒരു പോരും, പിന്നെ കോൺഗ്രസ് ഫോർവേഡ് ബ്ലോക്ക് നിന്നുകൊണ്ട് കോൺഗ്രസ്സുകാരെല്ലാം CPM വോട്ട് ചെയ്തുകൊണ്ടുമാണ്. ഇതേപോലത്തെ ചില കണക്കുകൾ ഇവിടെയും വരാൻ ചാൻസ് ഉണ്ട്. കട്ട ത്രികോണം വരുന്ന 2-3 സ്ഥലങ്ങൾ പ്രവചനാതീതമാണ്. 2-3 അല്ല, ഒരു 35 വരുന്നതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പ്രവചനാതീതമാണ്. ഓക്കെ, ഇതാണ് കേരളത്തിൽ ആരെ ജയിക്കും എന്നുള്ളത്. അപ്പോൾ BJP വോട്ട് നിർണായകമാണ്. BJP വോട്ടുകൾ നിർണായകമാണ്. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഞാൻ ഈ 2000 ഉള്ളതിൽ പറഞ്ഞ അടൂര്, കുന്നത്തൂർ, തൃത്താല, പേരാവൂർ, പാലക്കാട്, നേമം, ഇതെല്ലാം 2000-നും 3000-നും ഇടയ്ക്ക് വരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം തന്നെ 21 സ്ഥലങ്ങളായി കഴിഞ്ഞു. അപ്പോൾ ഈ 21 എണ്ണം കൂട്ടിയാൽ പോലും BJPക്ക് അതിൽ 8 സീറ്റ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 8 സ്ഥലത്ത് കട്ട മത്സരം നടത്താൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ BJPക്ക് കിട്ടുന്നത് മാത്രമാണെങ്കിൽ ഇനി ഒന്ന് പറയാം. ഓക്കെ, BJPക്ക് ഇപ്പം ഞാൻ പറഞ്ഞതിൽ, ഇപ്പം ഞാൻ 20 സീറ്റ് പറഞ്ഞില്ലേ, അതിൽ മഞ്ചേശ്വരം, ഓക്കെ, തൃശ്ശൂർ, തൃപ്പൂണിത്തറ, കൊല്ലം ഇത്തവണ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ. ഇവിടെ ഒരു ഡോക്ടർ പ്രദീപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തോന്നുന്നത്. മത്സരം ആകെ മാറിയിട്ടുണ്ട്. ഫീൽഡ് ആകെ മാറി. നല്ല ത്രികോണ മത്സരമാണ് നടക്കുന്നത്. വിജയിക്കുമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ത്രികോണ മത്സരമാണ്. ഞാൻ ത്രികോണ മത്സരം ഉള്ളതും കൂടെ ആർക്ക് വീഴുമെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അതും കൂടെ ഉൾപ്പെടുന്നത്. കുന്നത്തുനാട് BJPക്ക് നല്ല പിന്നെ വോട്ട് കിട്ടിയ സ്ഥലമാണിപ്പം. കുന്നത്തുനാട്ടിലും ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയുണ്ട്. അടൂര്, പാലക്കാട്, നേമം, ഇത്രയും സ്ഥലങ്ങൾ, 8 സ്ഥലങ്ങൾ ഞാൻ ഈ പറഞ്ഞത് തന്നെ ഉണ്ട്. ഇതിന് പുറമെ കാസർഗോഡ്, മലമ്പുഴ, കൊടുങ്ങല്ലൂർ, പാല, പൂഞ്ഞാറ്, ഇതൊക്കെ NDA കിട്ടാവുന്നതാണ്. ഷോൺ ജോർജ് മത്സരിക്കുന്ന സ്ഥലങ്ങൾ, PC ജോർജ് മത്സരിക്കുന്ന സ്ഥലങ്ങളൊക്കെ NDA കിട്ടാവുന്നതാണ്. പാല, പൂഞ്ഞാറൊക്കെ. അതുപോലെ ഏറ്റുമാനൂർ പോലും പുതിയതായിട്ട് വന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി, അവർക്ക് നല്ല ജനപിന്തുണ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആറന്മുള, തിരുവല്ല, ചെങ്ങന്നൂർ, റാന്നി, കോന്നി, അടൂർ, അത്ഭുതമുള്ളാക്കുന്ന സ്ഥലമാണ് കരുനാഗപ്പള്ളിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം അവിടെ അജി എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി വന്നത് നല്ല വോട്ട് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ മഹേഷ് വളരെ മിടുക്കനായ സ്ഥാനാർത്ഥിയാണ്. CR മഹേഷിന് നല്ല വോട്ട് കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ ഇത്തവണ CR മഹേഷിൻ്റെ ആ ഒരു നേട്ടം പോലും കവച്ചു വയ്ക്കുന്ന ഒരു നേട്ടത്തിലേക്ക് BJP പോയിക്കൂടാനില്ല. ത്രികോണ മത്സരമാണ്. ആ ത്രികോണ മത്സരം വരുമ്പോൾ BJPയുടെ വോട്ട് ഫുൾ BJP പിടിക്കുകയാണെങ്കിൽ CPM കോൺഗ്രസ് വോട്ടുകൾ ഏതാണ്ട് ബാലൻസ് ചെയ്ത് വരികയും ചെയ്താൽ അവിടെ NDAക്ക് സാധ്യതയുണ്ട്, BJPക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കായംകുളം, ശോഭാസുരൻ നല്ലപോലെ വോട്ട് പിടിച്ച സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കൊല്ലം, ചാത്തന്നൂർ വളരെ സ്കോപ്പുള്ള സ്ഥലമാണ്. ഇപ്പോൾ രണ്ടാം സ്ഥാനം പിടിച്ചെന്ന് മാത്രമല്ല, ഇത്തവണ അവിടെ 1-2 സ്ഥലങ്ങളിൽ ചില ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ മാറി. അത് ഒരു പിന്നെ ട്രഡീഷണൽ ക്രിസ്ത്യൻ ബെൽറ്റ് പോലെ അല്ല. അവർ ഈ ബെന്തിക്കോസ് പോലത്തെ ലൈനിലൊക്കെ നിൽക്കുന്നവരും കുറച്ച് ഇവാഞ്ചലിസ്റ്റും ഒക്കെ വരുന്നതാണ്. അവരുടെ വോട്ടുകൾ കൂടി BJPക്ക് ഇത്തവണ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ലോക്കൽ ഇതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നേമം, ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഇപ്പം തന്നെ ചാത്തന്നൂർ വരെ ഞാൻ പറയുമ്പോൾ 24 മണ്ഡലങ്ങളായേ. പിന്നെ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, ഇതൊക്കെ ഏതാണ്ട് ഷുവർ പോലെ പറയാവുന്ന സ്ഥലങ്ങളായിട്ടാണ്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട. പക്ഷേ വട്ടിയൂർക്കാവിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ത്രികോണ ഫൈറ്റ് അല്ലേ നടക്കാൻ? ഇതെല്ലാം ത്രികോണ ഫൈറ്റ് ഉള്ള സ്ഥലങ്ങളാണ്. ഇതെല്ലാം BJP കിട്ടുമെന്നല്ല ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് വട്ടിയൂർക്കാവിൽ K മുരളീധരനും പ്രശാന്തും തമ്മിൽ ഉള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കും നടക്കുക. അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ വരുന്നത് കൊണ്ടാണ് അവിടെ BJPക്ക് അവരുടെ വോട്ട് മാത്രം പിടിച്ചാൽ മതി, വേറെ ഒരു അത്ഭുതത്തിനും പോണ്ട. BJPയുടെ വോട്ട് മാത്രം BJPയുടെ പെട്ടിയിൽ വീണാൽ ശ്രീലേഖ IPS ജയിക്കും, മുൻ IPS ജയിക്കും. ഇതിന് പുറമെ വേറെയും ചില കാര്യങ്ങളുണ്ട്. മുരളീധരനെ തോൽപ്പിക്കണമെന്നും പറഞ്ഞ് ചിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരിക എന്നറിയില്ല. കാരണം എല്ലായിടത്തും ഹിന്ദു ജയിക്കുമെന്നോ അല്ലെങ്കിൽ BJP ജയിക്കുമെന്നോ വന്നാൽ പാലം വലിക്കാൻ വന്ന് നിൽക്കുന്ന ആളാണ് K മുരളീധരൻ എന്നൊരു പ്രചാരണത്തിൽ വേറെ ചിലർ നീങ്ങുന്നുണ്ട്. അതൊക്കെ ഇതൊക്കെ അടിയൊഴുക്കുകളാണ്. ഇതൊന്നും നമുക്കിപ്പം പൂർണ്ണമായിട്ടും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഇതൊക്കെ മണ്ഡലത്തിൽ നിന്ന് നമ്മൾ അറിയുന്ന ഫീലുകളാണ്. ഇതൊക്കെ മാറ്റിമറിക്കാനായിട്ട് മുരളീധരന് കഴിയേണ്ടതാണ്. അദ്ദേഹം അത്തരത്തിലുള്ള ആളുകളെ കണ്ട്
സാന്ത്വനപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ പരിചയസമ്പത്തും പ്രശാന്തിന്റെ അദ്ദേഹത്തിന് ആ മണ്ഡലം നല്ല പരിചയമാണ്. ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. എതിരാളിയെ ആദ്യം പോയി കണ്ട് കൈക്കലാക്കുന്ന ഒരു ശൈലിയുള്ള ആളാണ് മുരളീധരൻ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ചിലപ്പം മാറിക്കൂടായികയില്ല. എന്നാലും വൻ ത്രികോണ മത്സരം അവിടെ നടക്കുകയാണ്. ആ നടക്കുന്ന മത്സരത്തിൽ CPM-ന്റെ വോട്ടും BJP-യുടെ വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടും പിടിച്ചാൽ അവിടെ തീർച്ചയായിട്ടും അല്പം സാധ്യത BJPക്ക് കൂടുതലാണ് ഈ ലേറ്റസ്റ്റ് ട്രെൻഡ് വെച്ചിട്ട്. ഇതിന് പുറമെ ഇപ്പം നെടുമങ്ങാട് യുവരാജ് ഗോകുൽ വന്നതോടെ അവിടെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ തന്നെ അവർക്കൊരു 38,000 വോട്ട് വരെ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമായിരുന്നു. ഒരു 50,000 മേളിൽ വോട്ട് പിടിക്കാൻ യുവരാജ് ഗോകുലിന് കഴിഞ്ഞാൽ അവിടെ വിജയിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത്. ഞാനിതെല്ലാം ത്രികോണ മത്സരം വരുന്നതേ പറയുന്നുള്ളൂ കേട്ടോ. ഇതിലൊരു 10 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം BJP കിട്ടുമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പറയുന്ന എണ്ണം എന്ന് പറയുന്നത് 35ഓളമാണ്. പക്ഷേ യുവരാജ് ഗോകുലിന് അവിടെ GR അനിലാണ് എതിരാളി എന്നുള്ളത് അതുകൊണ്ട് കാര്യമില്ല. മീനാങ്കൽ കുമാറാണ് BJPയുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കുറെ CPM വോട്ട്, CPI വോട്ടുകൾ അങ്ങോട്ട് മാറാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ഘടകം അവിടെ നിൽക്കുന്നു. അതാണ് യുവരാജ് ഗോകുലിന് അനുകൂലമായിട്ട് വരിക. അങ്ങനെ കുറെ വോട്ടുകൾ കോൺഗ്രസ് പിന്നെ CPM-ന്റെ അല്ലെങ്കിൽ CPIയുടെ ഭാഗത്ത് നിന്ന് പിടിക്കുകയും ഒക്കെ വന്നാൽ അവിടെ യുവരാജ് ഗോകുലിന് ഒരു ചാൻസ് കൂടുതലാണ്. ആ ഒരു പ്രത്യേകത ആ മണ്ഡലത്തിൽ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ആറ്റിങ്ങലും പിന്നെ ചിറയൻകീഴും എഴുതള്ളാൻ കഴിയില്ല. ഇതൊന്നും ഉറപ്പല്ല വിജയിക്കുമെന്ന് പറയുന്നത്. പക്ഷേ ത്രികോണ മത്സരത്തിന്റെ സാധ്യത നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ത്രികോണ മത്സരം ഞാൻ പറഞ്ഞു തരുന്നറിയാമോ? ത്രികോണ മത്സരം നിൽക്കുന്നിടത്ത് 35ഓളം മണ്ഡലങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതിൽ ദേവികുളം ഉൾപ്പെട്ടിട്ടില്ല. ഇതിൽ പിന്നെ CC മൂന്നാം മത്സരിക്കുന്ന നാട്ടിക ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അജിത്തിന്റെ വൈക്കം ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ തൃത്താല നമ്മുടെ ക്യാപ്റ്റൻ പിന്നെ മേജർ രവി മത്സരിക്കുന്ന തൃത്താല ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഇപ്പോഴത്തെ അടിയൊഴുക്കൾ പോകുന്നത്. ആറ്റിങ്ങൽ ഞാൻ ജയിക്കുമെന്ന് പറയുന്നില്ല. പക്ഷേ ഇതുപോലെ തന്നെ നല്ല ഒരു ഫൈറ്റ് ഉള്ള സ്ഥലമാണ് ആറ്റിങ്ങല്. ഇടതുപക്ഷത്തിന് അടിസ്ഥാനപരമായ വലിയ ഒരു വോട്ട് ഷെയർ ഉള്ള സ്ഥലമാണ് ആറ്റിങ്ങൽ. അവിടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന് വലിയൊരു, കാരണം 10,000 വോട്ട് അവിടെ ഈസി ആയിട്ട് അവർക്ക് നേടിയെടുക്കാൻ നേടുന്ന സ്ഥലമായിരുന്നു. ആണെന്നല്ല, ആയിരുന്നു. ഇപ്പൊ അങ്ങനെ അല്ല. അത് നിങ്ങൾ ഈ ഇലക്ഷൻ വരുമ്പോൾ നോക്കൂ. അടുത്ത ഇതിൽ മാറ്റം വലുതായിട്ട് വരാൻ പോവാണ്. ഈവൻ വർക്കല ഇപ്പോ സ്മിത സുന്ദരേശൻ വന്നതോടുകൂടി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് CPM-ൽ നിന്ന് പിന്നെ ബ്ലോക്ക് പ്രസിഡന്റും ബ്ലോക്ക് കമ്മിറ്റി ഇപ്പം പിന്നെ മെമ്പറുമായിട്ടിരിക്കുന്ന സ്മിത സുന്ദരേശൻ വന്നിരിക്കുകയാണ്. അവരുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സുന്ദരേശന്റെ മകൾ ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്ന സ്മിത VS ജോയിയോടൊപ്പം പിന്നെ നോമിനേഷൻ കൊടുക്കാൻ പോയ സ്മിത BJP ടിക്കറ്റിൽ താമരയിൽ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അവരും TK ഗോവിന്ദൻ പറയുന്ന പോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവഗണന, തികഞ്ഞ അവഗണന, വ്യക്തിത്വത്തിനെ ഹനിക്കുന്നു, മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല എന്നൊക്കെയാണ് പാർട്ടിയിൽ പറയുന്നത്. അപ്പം ഇതൊക്കെ അതുപോലെ തന്നെ അവിടെ വർക്കല കഹാർ ഉഗ്രമായ പോരാട്ടത്തിന് നിൽക്കുന്നു. വർക്കല കഹാർ അവിടെ തുടർച്ചയായിട്ട് 3 പ്രാവശ്യം MLA ആയ ആളാണ്. അപ്പം അത്തരം കോമ്പറ്റീഷൻ അവിടെ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എവിടെയെങ്കിലും ഒരു ചെറിയ വീക്ക്നെസ് വന്നാൽ BJP അവിടെ രക്ഷപ്പെടുമെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ കോൺഗ്രസിനോ അല്ലെങ്കിൽ CPM-നോ ഒരു വീക്ക്നെസ് ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഒരുപോലെ നിൽക്കുമ്പോൾ അവിടെ BJPക്ക് ഇപ്പോൾ ഒരു സ്കോപ്പ് വരുന്ന സ്ഥലങ്ങളാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞ 35 സ്ഥലങ്ങളിൽ അവർക്ക് നിശ്ചയിക്കാൻ ഒരു ഡിസൈഡിംഗ് ഫാക്ടർ ആയിരിക്കും BJP. ഡിസൈഡിംഗ് ഫാക്ടർ ആയിരിക്കും. ഇവരെല്ലായിടത്തും ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഞാൻ ഏറ്റവും കുറച്ചേ പറയുന്നുള്ളൂ. ഒരു 7 സ്ഥലങ്ങൾ തീർച്ചയായിട്ടും BJPക്ക് ജയിക്കാം. 8 സ്ഥലങ്ങൾ വരെ പോവാം. 8 സീറ്റ് വരെ അവർക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. ഒരു സംശയവും ഇല്ലാതെ BJP താമര ചിഹ്നത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ഈ ടൈറ്റ് ഫൈറ്റ് നിൽക്കുന്ന സാഹചര്യത്തിൽ 35 സ്ഥലത്ത് ഈ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നതിൽ ഒരു 8 സ്ഥലം അവർക്ക് ഉറപ്പാണ്. ഒരു 2 സ്ഥലത്ത് NDAക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. 2020 ഘടകകക്ഷി 2020 കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി പാലായും പൂഞ്ഞാറും പ്രവചനാതീതമാണ്. അവസാന നിമിഷം വരെ നിങ്ങൾക്ക് ഉദ്വേഗം നൽകുന്ന ഒരു വോട്ടെണ്ണലായിരിക്കും പാലായിലും പൂഞ്ഞാറും നടക്കുന്നത്. ട്രയാങ്കുലർ ഫൈറ്റ് തന്നെയാണ്. കാരണം ഷോൺ ഉണ്ട്, അതുപോലെ തന്നെ മാണി സി കാപ്പനുണ്ട്, അതുപോലെ ജോസ് കെ മാണിയുണ്ട്. അവിടെ ജോസ് കെ മാണി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്.
ഞാനിത് അവിടെ മണ്ഡലത്തിലുള്ള നിരവധി ആൾക്കാരുമായിട്ട് സംസാരിച്ചതിന് ശേഷം പറയുന്നത്. വെറും ഇതല്ല, രാഷ്ട്രീയമായിട്ട് ചില കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരും എന്നാൽ നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറയുന്നവരും പറയുകയാണ് ഷോൺ ഉണ്ടാക്കിയിരിക്കുന്ന ഓളം വലുതാണ്. കഴിഞ്ഞ തവണ ഷോണിൻ്റെ അച്ഛൻ പി സി ജോർജിൻ്റെ കുറേ വോട്ടുകൾ മാണി സി കാപ്പന് കൊടുത്തിട്ടുണ്ട്, ഈ ജോസ് കെ മാണി തോൽക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഇത്തവണ അത് മോന് കൊടുക്കും. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒരു ചെറിയ ജനസമ്മതി കൂടുതലുണ്ട് ഷോൺ ജോർജ്. പിന്നെ ഷോൺ കന്യാസ്ത്രീകളെ മോചിപ്പിച്ചുകൊണ്ടിരുന്നതിനും ഒക്കെ സഹായിച്ചു എന്നൊക്കെയുള്ള ആ ഒരു പ്രത്യേക മമതയും ഇതിനെല്ലാം ഉപരിയായിട്ട് അതുപോലെ തന്നെ തിരുവല്ലയിൽ അനൂപ് ആന്റണി വളരെ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. തിരുവല്ല വളരെ ഞാനിതുപോലെ വേറെ പറഞ്ഞില്ല, രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഹരിപ്പാട് വലിയ ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ശരി, ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. നമ്മളിത് എണ്ണി പറഞ്ഞതിലൊക്കെ ഉൾപ്പെടാത്ത സ്ഥലങ്ങൾ പലതുണ്ടെന്നേ. ഞാൻ പറഞ്ഞില്ലേ, വർക്കല ഞാനിതിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ വർക്കല വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായും ചിലപ്പോൾ വന്നുകൂടായില്ല തിരുവനന്തപുരത്ത്. ഫൈറ്റ് മാറി വരാൻ ചാൻസ് അല്ല. വേറൊരു സംഭവം ഞാൻ അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ചില സീറ്റുകളിൽ ദുർബലരെ നിർത്തി BJP CPM-ന് ജയിക്കാൻ വഴിയൊരുക്കുന്നു. സജി ചെറിയാനെയും ഒക്കെ തന്നെ അത്തരത്തിൽ പെടുത്തിയിരിക്കുകയാണ്. സജി ചെറിയാനെ ജയിക്കാൻ വേണ്ടി അവിടെ ദുർബലരായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ദുർബലനായ സ്ഥാനാർത്ഥി എന്ന് പറയാൻ പറ്റില്ല, കാരണം വിന്നബിലിറ്റി നോക്കിയാണ് നിർത്തിയിരിക്കുന്നത്. അവിടെ വോട്ട് പിടിക്കാൻ കഴിവുള്ളൊരു സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് പലരും മറന്നിട്ടില്ല. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ നോക്കിയത് തലയെടുപ്പിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും മറ്റുമൊക്കെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചവരൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ബ്ലോക്ക് തലത്തിലുമൊക്കെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചവർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ നോക്കുമ്പോൾ അവർ ചെറിയ സ്ഥാനാർത്ഥിയാണെന്ന് തോന്നും. ഇതിൽ മുമ്പ് പറ്റിയിരുന്ന കുഴപ്പം അതാണ്. തലയെക്കെട്ടും തലപ്പാവും ഒക്കെ ഉള്ളവരെയൊക്കെ ചിലരെയൊക്കെ ഇറക്കി 5 വർഷം നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ 10 വർഷം നമ്മുടെ സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കിയിട്ട്, അല്ലെങ്കിൽ ജില്ലാ ഭാരവാഹി ആയിരുന്നു എന്ന് ഇറക്കിയിട്ട് ഇവർക്കൊന്നും താഴെത്തട്ടിൽ ബേസ് ഇല്ല. ബേസ് ഉള്ളവരെ ഇറക്കിയാലേ വോട്ട് കിട്ടുള്ളൂ. ജനത്തിന് നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണോ അല്ലെങ്കിൽ നാഷണൽ റെപ്രസെൻറ്റേറ്റീവ് ആണോ, ഇതൊന്നും അല്ല അവർക്ക് വേണ്ടത്. ശരിയാണ്. അവർക്ക് വേണ്ടത് ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ കഴിവുള്ള ഒരാൾ. അതാണ് ഷോൺ ജോർജിൻ്റെയൊക്കെ പ്രത്യേകത. പി സി ജോർജിൻ്റെ പൂഞ്ഞാറ് ഉള്ള പ്രത്യേകത എന്നറിയാമോ? 40,000 വോട്ട് പി സി ജോർജിന് തന്നെ ഉണ്ട്. പിന്നെ ഒരു 15,000 വോട്ട് BJPക്ക് അവിടെ കണ്ണടച്ചുകൊണ്ട് കിട്ടുന്നതാണ്. അതും കൂടെ ജയിക്കാനുള്ള ഏതാണ്ടായി. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഒഴുക്കും 2020-യുടെ ചില നീക്കുപോക്കുകളും എല്ലാം കൂടെ വരുമ്പം പി സി ജോർജിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ ജയിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നടക്കുന്ന അസസ്മെന്റ്. ഇനി ഇത് ടൈറ്റായി വരുമ്പോൾ പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ മാറിയേക്കാം. പക്ഷെ എന്തായാലും കേരളത്തിൽ ഇത്തവണ ഒരു മൂന്നാം മുന്നണി എന്നല്ല ഞാൻ പറയുന്നത്, ഒരു മൂന്നാം ശക്തി വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഇന്ത്യയുടെ പരസ്യം പോലെ പുള്ളിയുള്ള പ്രൈം മിനിസ്റ്ററും പുള്ളി ഇല്ലാത്ത പ്രൈം മിനിസ്റ്ററും ഇത് കുറെ നാൾ കണ്ട് മടുത്തു. കാരണം ഇത് മറ്റേതിന്റെ വ്യത്യാസം ഒരു പുള്ളി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇതും വരുമ്പം പുള്ളി ഇല്ലാത്തതും മീശ ക്ലീൻ ഷേവ് അടിച്ചതുമാണെന്നേ ഉള്ളൂ. രണ്ടും കൂടെ നിർണായക നിമിഷത്തിൽ ചേട്ട അനിയ നീ അവിടെയായിരുന്നു, ഞാൻ ഇവിടെയായിരുന്നു, നമ്മൾ രണ്ടിലും ഒരച്ഛനമ്മ മക്കൾ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ശൈലി കേരളത്തിലുണ്ട്. അത് അവരുടെ പരസ്യം വളരെ ഉഗ്രം പരസ്യമാണ്. കന്നാസും കടലാസും രണ്ടും വയറ്റത്ത് കൊട്ടി പാടിക്കൊണ്ട് നടക്കുകയാണ്. വയറ്റിപ്പഴപ്പാണ് ജോലി. ഈ ഒരു തോന്നൽ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇത് വരുത്തിയത് അവരൊക്കെ തന്നെയാണ്. കലാകാലങ്ങളിൽ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ 1970-ന് ശേഷം 77-ന് ശേഷം കേരളത്തിൽ അച്യുതമേനോൻ ഗവൺമെൻറ്റിന് ശേഷം കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്തോന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് വേണം പറയാം. പറയും ലക്ഷങ്ങൾ, 20 ലക്ഷം കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 10-15 വർഷമായി നടന്നതെന്നൊക്കെ പറയും. ഇതെവിടെ കാണണ്ടേ? ടാഞ്ചിബിൾ, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ എൻറ്റയർലി മാറുകയാണ്. റോഡ് മാറിയിരിക്കുന്നു, റെയിൽ മാറിയിരിക്കുന്നു, എയർപോർട്ട് മാറിയിരിക്കുന്നു, സ്ഥലങ്ങൾ മാറിയിരിക്കുന്നു, വൈദ്യുതി വന്നിരിക്കുന്നു, സ്കൂളുകൾ മാറിയിരിക്കുന്നു. ഈ ടോട്ടൽ ചേഞ്ചാണ്. കേരളത്തിൽ ഒരു ചേഞ്ചും ഇല്ല. കേരളത്തിൽ ചേഞ്ചുണ്ട്. കാത്ത് ലാബ് വന്നിട്ടുണ്ട് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ. പക്ഷേ അവിടെ കാത്ത് ലാബിൻ്റെ ഇപ്പുറത്ത് കത്രിക വയറ്റി വയ്ക്കുന്ന സംവിധാനമാണ് നിൽക്കുന്നത്. ഇതോടെ പൊളിഞ്ഞു പോയില്ലേ? സ്കൂളുകൾ ഞാൻ പലരോടും ചോദിച്ചു, പല സഖാക്കളോടും ചോദിച്ചിട്ടുണ്ട്, ഏത് സ്കൂളിലാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്? വിദ്യാഭ്യാസമൊക്കെ വലിയ കാമം പറയുമല്ലോ, കേരളത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ മികവ് പറയുന്നത്. പക്ഷെ പഠിപ്പിക്കുന്ന ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് പറയാനൊരു മടി. ചോദിക്കുമ്പോൾ ഒന്നേ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഹിന്ദു മാനേജ്മെൻറ്റ് ഒരു സ്കൂളിലായിരിക്കും. അതെന്താ അങ്ങനെ ആക്കുന്നത്? കാരണം മറ്റിടത്ത് പോയാൽ സഖാവിനറിയാം സമരവും അടിയും നടക്കും, ചെറുക്കനും പഠിത്തം നടക്കില്ല. അതുകൊണ്ട് സഖാവ് തന്നെ അപ്പുറത്താക്കും.
സഖാവിൻ്റെ അമ്മയ്ക്കും അച്ഛനും അസുഖം വന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ആക്കുന്നത്, സർക്കാർ ഹോസ്പിറ്റലാക്കുന്നവർ കുറവാണ്. ആക്കുന്നെങ്കിൽ അത് മന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് പോവുക. അല്ലാതെ പോയാൽ ചിലപ്പം കത്തിയോ കത്രികയൊക്കെ വയറ്റിലിരിക്കും. ഈ അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടാഞ്ചിബിൾ ആയിട്ടുള്ളതല്ല. ഇവിടെ കാത്ത് ലാബ് വന്നിട്ടുണ്ടെന്ന് പറയും, കൂട്ടിരിപ്പുകാർക്ക് പ്രത്യേക മുറി വന്നിട്ടുണ്ടെന്ന് പറയും, AC സംവിധാനം വന്നിട്ടുണ്ടെന്ന് പറയും, പിന്നെ പുതിയ സ്കാനിങ് മെഷീൻ വന്നിട്ടുണ്ടെന്ന് പറയും. ഇതുകൊണ്ട് മാത്രം സിസ്റ്റം ഫെയിലിയർ പറയുന്നില്ലേ, അതൊന്നും മാത്രം മാറി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഒരു മൂന്നാമതൊരു ശക്തി കേരളത്തിൽ വേണമെന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം. ഈ മൂന്നാം ശക്തി വരാനായിട്ട് ഒത്തിരിയൊന്നും വേണ്ട, ഒരു 8 സീറ്റ് BJP, അത് പിടിക്കാൻ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ 4 സീറ്റ് ഏതാണ്ട് കിട്ടാവുന്നുള്ളതേ ഉള്ളൂ. ബാക്കി 2-3 സ്ഥലങ്ങൾ പാലക്കാടായാലും പിന്നെ മഞ്ചേശ്വരത്തായാലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തികച്ചും വളരെ യാഥാർത്ഥ്യത്തിൽ ഊന്നിയതാണ്. ഒരു 8 സീറ്റ് BJPക്ക്, 2 സീറ്റ് ഇന്ത്യയിലെ മറ്റു മുന്നണികൾക്ക്. ഇതിന് പുറമെ PC ജോർജും ഷോൺ ജോർജും പിടിക്കുകയാണെങ്കിൽ 10-ന് പുറത്ത് പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 140 ആരും ഭൂരിപക്ഷം നോക്കണ്ട, 130 സീറ്റിൽ 66 സീറ്റ് കിട്ടുന്ന ആള് മന്ത്രിയാവും, മുഖ്യമന്ത്രിയാവും. പക്ഷേ അതിന് BJPയുടെ ഒരു ചെറിയ സമ്മതം വേണം, അല്ലെങ്കിൽ തിരിഞ്ഞു നിൽക്കണം. ഞങ്ങൾ ഈ ഇലക്ഷനിലേക്ക് അങ്ങോട്ട് നോക്കണില്ല, നിങ്ങൾ തമ്മിൽ പങ്കുവെച്ചോ എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ തിരിഞ്ഞു നിൽക്കണം. അതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം. ഇവിടെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് അടിയൊഴുക്കുകൾ സജീവമാണ് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് വേണുഗോപാൽ MS പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അവിടെ ഇടതിന് അല്ലെങ്കിൽ വലതിന് വ്യക്തമായ മേൽക്കൈയുണ്ട് എന്ന് തോന്നുന്ന പല മണ്ഡലങ്ങളിലും അടിയൊഴുക്കുകൾ സജീവമാണ്. അവിടെ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും NDA സ്ഥാനാർത്ഥി എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും 8 സീറ്റ് വരെ നേടും NDA, BJP. ഒപ്പം തന്നെ ഘടകകക്ഷികളുടെ 2 സീറ്റ് കൂടിയാകുമ്പോൾ 10 സീറ്റിൽ വരെ NDAക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുകയാണ്. അതിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത് അടുത്ത ഭരണ മുന്നണി ആരായിരിക്കും എന്നുള്ളത് BJPയുടെ തിരഞ്ഞെടുപ്പ് നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നായിരിക്കും. കാരണം 10 സീറ്റ് നേടിക്കഴിഞ്ഞാൽ ബാക്കി 130ൻ്റെ ഫൈറ്റിൽ ആർക്കെങ്കിലും 71-നപ്പുറത്തേക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു ചിന്ത ഇപ്പോൾ വളരെ സജീവമാണ്. അതിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് UDF നേതാക്കൾ പറയുന്നത് CPM BJP ധാരണ ഉണ്ട് എന്ന്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ധാരണ ഇല്ല, ജനങ്ങളുടെ മനസ്സിലാണ് അത്തരത്തിലുള്ള ധാരണകൾ സജീവമായി നിലനിൽക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി സാർ. ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.